വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ബേപ്പൂരിലെ വീട്ടിലാണ് നമ്മളുള്ളത്. സന്തോഷ് ജോർജ് കുളങ്ങര അടക്കമുള്ള പ്രമുഖരാണ് ഇവിടെ ചടങ്ങിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ സാംസ്കാരിക കേരളത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ പറയാവുന്ന വളരെ പ്രമുഖ വ്യക്തിത്വങ്ങളിലൊന്നായിട്ടുള്ള ശ്രീ രവി DC, അദ്ദേഹം രവിയേട്ടനാണ്, രവി സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള ഒരു വലിയ ഒരു കഥാകാരൻ, സാഹിത്യകാരൻ, കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തെ കാണാൻ ഒട്ടേറെ കുട്ടികൾ വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഓരോ കാലം കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ കൂടി വരികയാണ്. അപ്പം അങ്ങേക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഞാൻ എന്റെ കുട്ടിക്കാലം നോക്കിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച് ആസ്വദിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ കൃതികൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണ്. അത് ഒരുപക്ഷെ ബഷീറിന്റെ 30കളിലും 40കളിലും എഴുതിയത് കൊണ്ടാകാം അതേ ചെറുപ്പം യൗവനം ഇന്ന് വായനക്കാർക്കും ഒരു കാലത്തിന് അതീതമായിട്ട് ഒരു 4-5 തലമുറകൾ കഴിഞ്ഞ് വായിക്കുമ്പോഴും അതേ സുഖത്തിൽ വായിക്കുന്നത്, കാലാതീതമായിട്ട് വായിക്കുന്നതിനാണ് നമ്മൾ ക്ലാസിക്സ് പറയുന്നത്. ആ ഒരു ക്ലാസിക്സ് പറഞ്ഞ മലയാളത്തിൽ പല എഴുത്തുകാരുടെയും ഒരു കൃതി അല്ലെ 2 കൃതി വരാമെങ്കിൽ ബഷീറിന്റെ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ കൃതികളും ആ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു വരുന്ന പ്രത്യേകത. എന്നെ സംബന്ധിച്ചോളം ബഷീർ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു വികാരം കൂടിയാണ്. കാരണം അച്ഛനും ബഷീറുമാണ് ഒരുപക്ഷെ ഏറ്റവും അടുത്ത് ഇടപെടുന്ന 2 വ്യക്തികൾ ചോദിച്ചാൽ ഒരു ഏതാണ്ട് 40 തൊട്ട് മരിക്കുന്ന കാലയളവ് വരെയുള്ള ഒരു ബന്ധത്തിന്റെ പര്യായം കൂടിയാണ് ഈ DC ബുക്സിന്റെ പ്രസിദ്ധീകരണം. എല്ലാം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം വെച്ചാൽ ബഷീറിനെ പോലെ ഒരു വലിയ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ക്ലിഷയായി പോകും. അതിനപ്പുറത്ത് ഒരു മനുഷ്യ സ്നേഹിയാണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇതിലും ഒരു സ്നേഹം മാത്രം കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഒരുപക്ഷെ ബഷീറിന്റെ എഴുത്തില് സമദാനി പറഞ്ഞതുപോലെ കഥാപാത്രം സൃഷ്ടിക്കുകയല്ല ചെയ്തത്, ജീവനുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ലോകം കണ്ട രീതി, അദ്ദേഹം ആ ലോകം കണ്ട അനുഭവങ്ങള്, ചുറ്റുവട്ടത്ത് അയൽവക്കം എല്ലാം ഇത് കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബഷീറിന്റെ ജീവിതം തന്നെയാണ് കഥയായിട്ട്. അങ്ങേക്ക് ഏറ്റവും കൂടുതലായിട്ട് അങ്ങേ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ ഒരു കൃതി ചോദിച്ചാൽ ഏതായിരിക്കും? എനിക്ക് ഒരുപക്ഷെ ബാല്യകാലസഖി തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ബാല്യകാലസഖി ഇപ്പൊ 80-ൽ എത്തി നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 35 വയസ്സുള്ളപ്പോൾ ബഷീർ എഴുതിയ ഒരു കൃതിയാണ്. ഇന്ന് 80 എത്തി നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ ഒരു പിന്നെ ആൾക്കാരിലുള്ള ഒരു സ്വീകാര്യം. ഒട്ടും വെച്ചാൽ ലോകം കാണുന്ന ജീവനെ ഇറക്കി വിടുന്നതും അല്ലെങ്കിൽ ഒരു പ്രണയത്തിന്റെ ഒരു വളരെ സുഖമുള്ള ഒരു പ്രണയത്തിന്റെ ഇന്നും ചെറുപ്പക്കാർക്ക് റൊമാൻറ്റൈസ് ചെയ്യാവുന്ന ഒരു രീതിയും അതേസമയം യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ എന്താണ് പുസ്തകങ്ങളായാലും കാര്യങ്ങളായാലും ഈ കേരളത്തിന്റെ വായനാശീലം തന്നെ വർദ്ധിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് DC. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിലും DCക്ക് വലിയ ഒരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അദ്ദേഹമായിട്ടുള്ള DCയുടെ ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ DC കിഴക്കേമുറിയും വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ള ബന്ധമാണ് ഇതിനകത്തുള്ളത്. അത് പ്രസാദനം ഒരു മാറ്റി നിർത്തേണ്ട തന്നെ ഒരു ഇതാണ്. കാരണം അത്രയേറെ ആഴത്തിലും അഗാധത്തിലുള്ള ഒരു ബന്ധമാണ്. കാരണം ബഷീർ എന്റെ വീട്ടിലെ ചടങ്ങുകളിലോ ഒക്കെ DC കിഴക്കേമുറി ഒരു കഥാപാത്രമാണ്. കാരണം അത്രയേറെ ഒരു ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു ഇതാണ്. പിന്നെ ഇവര് രണ്ടുപേരുടെയും ഒരു ബാച്ചിൽ എന്ന് പറയുന്നത് 40-കളും 50-കളിലെ കാലഘട്ടങ്ങളില് കോട്ടയത്ത് ബഷീർ YMCA താമസിക്കുന്ന DC റോഡിൽ താമസിക്കുക, പിന്നീട് സ്വന്തമായിട്ട് വീടെടുത്ത് ബാച്ചിലായിട്ട് താമസിക്കുമ്പോൾ അവിടെ പിന്നെ മാംസത്തിന്റെ മണം കേട്ടാൽ അറപ്പുള്ള DC കിഴക്കേമുറിത്തോട്ട് മാംസം പിന്നെ കൊണ്ടുവന്ന് അവിടെ ഒന്ന് പാചകം ചെയ്യുക, ഇതൊക്കെ അങ്ങനെ അത്തരത്തിലുള്ള വളരെ അടുത്ത ബന്ധത്തിന്റെ ഒരു ബാക്കി പത്രമാണ് പ്രസാദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങളും എല്ലാ കാലത്തും DC ബുക്സിന്റെ കയ്യിൽ തന്നെയാണ്. അതും DC ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത് പറയുമ്പോൾ ബഷീർ എഴുതിയ എല്ലാ ഗ്രന്ഥവും DC ബുക്സ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പോലും പുറത്തില്ലാത്തത് എല്ലാം DC ബുക്സ്. അതൊരു ആത്മബന്ധത്തിന്റെ ബാക്കി പത്രം മാത്രമാണ്. തീർച്ചയായും ഇപ്പോ ശ്രീ രവിസാർ അടക്കമുള്ള എല്ലാവർക്കും വളരെ മനോഹരമായ ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ന്യൂസ് കേരളയ്ക്കൊപ്പം പാർട്ടി.